ഡിബേറ്റ് 360യിലേക്ക് സ്വാഗതം. PM ശ്രീയിൽ ആടിയുലഞ്ഞ് LDF, CPIയെ അനുനയിപ്പിക്കാൻ തീവ്ര ശ്രമവുമായി CPM. ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി. മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും CPI മന്ത്രിമാർ വിട്ടുനിൽക്കുമെന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI കടന്നു കഴിഞ്ഞു. അതേസമയം CPI കീഴടങ്ങുമോ എന്ന് കണ്ടറിയണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പിണറായി വിജയനും BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് PD സതീശനും പറഞ്ഞു. തെറ്റ് നടന്നിട്ടുണ്ടെന്ന് K സുധാകരനും വ്യക്തമാക്കി. ഏതായാലും ഇത്രയും വലിയൊരു കുരുക്ക് CPI വരുത്തുമെന്ന് CPM ഒട്ട് കരുതിയില്ല. എന്നാലും ഒന്ന് കണ്ണുരുട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് CPM കണക്കുകൂട്ടൽ. വിധേയപ്പെട്ട CPI എന്ന വിഷയമാണ് ഇന്ന് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി KV അഭിലാഷ്, നാഷണൽ ലീഗ് പ്രതിനിധി ജലീൽ പുനലൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ ബിജു നായർ, മാധ്യമപ്രവർത്തകൻ LR വിനയേന്ദ്രൻ എന്നിവരാണ് അതിഥികൾ. എല്ലാവർക്കും സ്വാഗതം. ആദ്യം അഭിലാഷിലേക്ക് പോവുകയാണ്. അഭിലാഷ്, നമുക്കറിയാം, പലപ്പോഴും വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ് CPI വരുത്തുന്ന എതിർപ്പുകൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് അല്പം കടുത്തുപോയി. ഇപ്പോൾ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അടക്കം വിട്ടുനിൽക്കുന്ന കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനി ഏത് തരത്തിലായിരിക്കും അനുനയ നീക്കം നടക്കുക? ഇനി ഇവിടെ ഞങ്ങൾ CPIയിൽ നിന്ന് മറ്റൊന്നും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം യാതൊരു മുന്നണി മര്യാദകളും ഇടതുമുന്നണിയിൽ ഇപ്പോഴില്ല എന്നുള്ളത് വർഷങ്ങളായി, ഒരു 8 വർഷത്തെ ചരിത്രമെടുത്തു കഴിഞ്ഞാൽ അതെ, മുന്നണി മര്യാദകൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് CPIയിൽ നിന്നും അങ്ങനെ വലിയൊരു പ്രതിഷേധമൊന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം കേരളത്തിലെ ഒരു സീറ്റ്, അത് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ഡീൽ അനുസരിച്ച് തൃശ്ശൂർ സീറ്റ് BJP കൊടുത്തിട്ട് പോലും അവിടെ കൊടുക്കുമ്പോൾ തൊട്ട് മുൻപുണ്ടായ സാഹചര്യം, ചില രാഷ്ട്രീയ നാടകങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമായ, ഒരു സാംസ്കാരിക ഉത്സവമായ പൂരം കലക്കിയിട്ടാണ് തൃശ്ശൂർ സീറ്റ് CPIയിൽ നിന്ന് CPIയുടെ സീറ്റായിരുന്ന തൃശ്ശൂർ സീറ്റിനെ എടുത്ത് അവിടെ BJP പ്രതിനിധിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ടായിട്ട് പോലും CPIക്ക് വലിയ രീതിയിലുള്ള പ്രതികരണത്തിനൊന്നും സാധിച്ചില്ല. അതങ്ങ് തീരുകയായിരുന്നു. ആ റിപ്പോർട്ട് എവിടെ പോയി, പൂരം കലക്കിയ റിപ്പോർട്ട് എവിടെ പോയി, അതിനെപ്പറ്റി ഒരു ചർച്ചയുമില്ല. എല്ലാം സഹിച്ച് CPMൻ്റെ ഒരു അടിമയായി ഇന്ന് ഇടതുമുന്നണിയിൽ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ വർഷങ്ങളായി ഇപ്പോൾ വർത്തമാന സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടുപോകുക. ഇവിടെയും അതുതന്നെ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. ഇവിടെ RSSൻ്റെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊണ്ട് ഇവിടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നയത്തിനെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘപരിവാർ ശക്തികളുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ചു എന്നുള്ളതാണ്. സാധാരണയായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ ഇന്ന് പറയുന്ന ഒരു നയമല്ല നാളെ പറയുന്നത്. നയങ്ങൾ അവരുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് അവരുടെ സ്വന്തം നേതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ നയങ്ങൾ പല കാലത്തും പല രീതിയിലും പല നയങ്ങളിലും വ്യതിയാനം വരുത്താറുണ്ട്. അങ്ങനെ ഒരു നയവ്യതിയാനമായിട്ടും നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. കാരണം ഇത് കേരളത്തിലെ ഒരു പുതിയ തലമുറയെ തന്നെ തകർക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കുകയും അതിലുപരിയായി വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൂട്ടുനിൽക്കുന്നതാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തത്. അതിന് എന്ത് ആലോചനയാണ്, എന്ത് തിടുക്കമാണ് ഉണ്ടായത്? ഇവിടെ ഇന്നിപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹം പറയുന്നത് 2024 മാർച്ച് മാസത്തിൽ, അപ്പോൾ ഏകദേശം സൂക്ഷ്മം 1.5 വർഷം മുമ്പ് ഇതുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും അപ്പോൾ തന്നെ ഇവിടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ്, സ്റ്റേറ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉറപ്പ് കൊടുത്തു, PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ ചേരാം എന്നുള്ള ഒരു ഉറപ്പ് 1.5 വർഷം മുമ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അതിനുശേഷവും
അതിനുശേഷവും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവന, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ചിന്തയിലെ മുഖപ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ വിഷയങ്ങളും അവരുടെ ചർച്ച, പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ അവരുടെ ചർച്ച, DIFAയുടെ ചർച്ച, SFIയുടെ ചർച്ചയിലെല്ലാം PM ശ്രീക്കെതിരായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിന് മുൻപ് തന്നെ 1.5 വർഷം മുൻപ് തന്നെ ആ കരാറിൽ ഉൾപ്പെടെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉൾപ്പെടാൻ ധാരണ ആയി എന്നാണ് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ 10-ാം തീയതി എന്ന് തോന്നുന്നു പിണറായി വിജയൻ പോയി പ്രധാനമന്ത്രിയെ കാണുന്നു. അതിനുശേഷം അമിത്ഷായെ കണ്ട് ഇതിനുള്ള ഡീൽ ഉറപ്പിച്ചിട്ടാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് പോയത്. ഒരു ഡീൽ BJPയുമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുള്ള ഡീൽ ഉറപ്പിച്ചതിന് ശേഷമാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് പോയത്. ആ ഡീൽ എന്ന് പറയുന്നത് PM ശ്രീയിൽ ഒപ്പിടുക. ഇത് കേവലം ഒരു 1,500 കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നയത്തിനെ അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു വിചിത്രമായ കാഴ്ച. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടോ? ആരുടെ പിന്തുണയാണുള്ളത്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പിടുമ്പോൾ ചില മര്യാദകൾ പാലിക്കണം. ഒന്നുമില്ലെങ്കിൽ ക്യാബിനറ്റിനകത്തെങ്കിലും അത് ചർച്ച ചെയ്യണ്ടേ? ആ ക്യാബിനറ്റ് അകത്ത് വരുന്നതെന്ന് ഒപ്പിട്ടതിന് ശേഷമാണ്. ഇടതുമുന്നണിയിൽ ചർച്ചയില്ല, ക്യാബിനറ്റിൽ ചർച്ചയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയെ തന്നെ ബേബിയാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പോലും വിലയില്ലാത്ത രീതിയിലേക്ക് ഇവിടെ പിണറായി വിജയനും ഒത്താശ പാടുന്നതിന് V ശിവൻകുട്ടിയും ചേർന്നുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് കഴിഞ്ഞ 1.5 വർഷക്കാലമായി കേരള പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പർഹിക്കാത്ത ഒന്നാണ് ബിനു. ഇത് നാഷണൽ ലീഗ് പ്രതിനിധി ജലീൽ പുനലൂർ കൂടി നമ്മോടൊപ്പമുണ്ട്. ജലീൽ പുനലൂർ, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പോലും ഇതിൽ വോയിസ് ഇല്ലാതെ വരുന്നൊരു സാഹചര്യം. എന്താണ് പാർട്ടിക്ക് ഇത്ര അപജയം സംഭവിച്ചത്? അല്ല, CPMനെ സംബന്ധിച്ച് നയ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് തിരുത്താൻ പ്രാപ്തമായ ഒരു സംവിധാനവും, അങ്ങനെ നിങ്ങളുടെ ആരോപണം ശരിയാണെങ്കിൽ അത് തിരുത്താനും ഒക്കെ പ്രാപ്തമായ സംഘടനാ സംവിധാനവും നേതൃത്വമുള്ളൊരു പാർട്ടിയാണ് CPIM. കാരണം കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റൊരു കക്ഷികൾക്കോ UDF കക്ഷികൾക്കോ സ്വപ്നത്തിൽ പോലും ദർശിക്കാൻ സാധിക്കാത്ത നിലയിൽ 3 വർഷത്തിലൊരിക്കൽ കുറ്റമറ്റ രീതിയിൽ സംഘടനാ ചർച്ചകളും സംവാദങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും പിന്നെ തെരഞ്ഞെടുപ്പുകളും, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളും സംഘടനാപരമായ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടത്തി മുന്നേറുന്ന ഒരു സംഘടനാ സംവിധാനവും കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ സംവിധാനവുമുള്ള CPMനെ സംബന്ധിച്ച് അതിൻ്റെ നയനിലപാടുകളിൽ നിന്ന് അത് മാറിപ്പോയി എന്നുള്ള ആരോപണം അതൊരു ജൽപ്പനങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പിന്നെ ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് കാവ്യവൽക്കരണത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വാദമുഖങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി. ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെയാണോ രാജ്യത്ത് ആഞ്ഞടിക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരായിട്ട് ഇത്ര ഉറച്ച ശബ്ദത്തിൽ? അല്ല ജലീൽ, ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഒരു സ്കൂളിന് ശരാശരി 1.13 കോടി രൂപ, അതായത് കേന്ദ്ര സംസ്ഥാന വിഹിതം 60:40 എന്ന അനുപാതത്തിലാകും ചെലവ് വഹിക്കുക. അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമെന്നുള്ള CPIയുടെ ന്യായമായ ചോദ്യമല്ലേ? അല്ല, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു സ്വാഭാവികതയാണ്. അതിലിപ്പോൾ അതിൻ്റെ കണക്കുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വാദമുഖങ്ങളോ ഒന്നും ഉയർത്തിക്കൊണ്ട് ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഒരു വിവാദമുണ്ടാക്കുന്നതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പിന്നെ ഈ മുന്നണിക്ക് തന്നെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട LDF കൺവീനർ സഖാവ് TP രാമകൃഷ്ണനും അടക്കമുള്ളവർ ഈ PM ശ്രീ പദ്ധതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അരുതായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ചർച്ചകൾ നടത്തി ഏതെല്ലാം രീതിയിലാണ് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് ഇടതുമുന്നണി യോഗത്തിൽ പോലും മന്ത്രിമാരും ആരും അറിഞ്ഞില്ല. ഇത് എന്തിന് ജനറൽ സെക്രട്ടറി പോലും അറിഞ്ഞില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, അങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ് താങ്കൾക്കും പറയാൻ കഴിഞ്ഞത്. കാരണം ഇന്നിപ്പോൾ ചാനലുകൾ എഴുതി കാണിക്കുന്നത് CPI മന്ത്രിമാർ രാജിവെക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഇതേ മാധ്യമങ്ങളിൽ കൂടിയുള്ള ഈ CPIയുടെ ഇവിടുത്തെ അമരക്കാരൻ എന്ന് പറയുന്നത് സഖാവ്
ബിനോയ് വിശ്വമാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കേവലം 1 മിനിറ്റിനുള്ളിൽ അവസാനിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായി കേട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ് CPI. അല്ല, അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്കുകൾ കൂടിയുണ്ട്. അതായത് ചർച്ചയിൽ തീരുമാനമൊന്നും ആയില്ല, ചർച്ച പരാജയപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, സ്വാഭാവികമാണ്. CPIയെ സംബന്ധിച്ചും ഈ പറയപ്പെടുന്ന RJDയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റു ചില കക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചില ഒരു ആശയത്തെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായം ഉയർത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെയൊക്കെ വേറൊരു ഒരു വിമർശനത്തിൻ്റെ മുനയൊടിക്കുന്നതാണ്. കാരണം കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ കേരളത്തിലെ LDFിൻ്റെ അവസാന വാക്ക് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ വാദമുഖങ്ങൾ അപ്പുറത്തേക്ക് പറയാൻ കേന്ദ്ര നേതൃത്വത്തിന് പോലും കെൽപ്പില്ല എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ കേൾക്കേണ്ടി വരുന്നു. CPI ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു വാദമുഖം ഉയർത്തിയപ്പോൾ, എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത്. അവരുടെ ഭാഗങ്ങൾ കേൾക്കുന്നു. തികച്ചും ജനാധിപത്യ അല്ല, അതിപ്പോ ഈ പ്രതിഷേധം അതിശക്തമായപ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. അല്ല, പ്രതിഷേധത്തിന്റെ മൂർച്ച കുറവോ കൂടുതലോ എന്നുള്ളതല്ലോ. ഒരു പ്രതിഷേധം, ഒരു കക്ഷി, അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഹൃദയമെന്ന് സഖാവ് ബാലൻ അടക്കമുള്ളവർ വിശേഷിപ്പിച്ച CPIയെ പോലെയുള്ള ഒരു പാർട്ടി, തല എന്ന് പറയുന്നത്, തലച്ചോറ് എന്ന് പറയുന്നത് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഹൃദയം എന്ന് പറയുന്നത് CPI-യുമാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അത്തരത്തിൽ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകും. അതൊക്കെ ഇപ്പോൾ ഭൂപടത്തിൽ മാത്രമേ ഉള്ളൂ. അല്ല, ജനാധിപത്യ ക്രമത്തിൽ ഇരുന്ന് ചർച്ച ചെയ്ത പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും ഏതെല്ലാം വിഷയത്തിലാണ് ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിന് അർത്ഥം ആ മുന്നണി അപ്പാടെ തകിടം മറിഞ്ഞോ അല്ലെങ്കിൽ തകർന്നു പോയോ എന്നുള്ളതല്ലല്ലോ. സ്വാഭാവികമായും PM3 പദ്ധതിയിൽ ചില ആശങ്കകൾ ഉയരുന്നുണ്ട്. അതെല്ലാം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്, പല പാർട്ടികളും ഉയർത്തുന്നുണ്ട്. ആ ആശങ്കകൾ ദൂരീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്തിറങ്ങി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ബിജു നായറിലേക്ക്, രാഷ്ട്രീയ നിരീക്ഷകൻ ബിജു നായറിലേക്ക് കൂടി പോവുകയാണ്. ബിജു നായർ, ഈ ദേശീയ വിദ്യാഭ്യാസ സെക്രട്ടറി കഴിഞ്ഞ വർഷം തന്നെ ഇത് ധാരണയായത് സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രം മാത്രമായി ഈ ഒപ്പിടലിനെ കാണേണ്ടതുള്ളൂ. കാരണം ദേശീയ വിദ്യാഭ്യാസ സെക്രട്ടറിയൊക്കെ 1 വർഷം മുമ്പ് തീരുമാനമായെന്ന് പറഞ്ഞെങ്കിൽ മുമ്പേ തന്നെ ചർച്ചകൾ നടന്നു, മുമ്പേ തന്നെ കാര്യങ്ങളെല്ലാം ഡീലാക്കിയിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? അല്ല, ഇതിലിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപീകരിച്ചത്, എന്തിനു വേണ്ടിയാണ് PM3 പദ്ധതി രൂപീകരിച്ചത്, അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഒരു ചർച്ചയും കാണുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ ലോക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നിന്ന് ചർച്ച ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുള്ളത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. ഇന്നിപ്പോൾ കേരള സർക്കാരിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് കുട്ടികൾ മരിക്കുന്നതും പാമ്പ് കടിയേറ്റ് മരിക്കുന്നതും ഷോക്കടിച്ച് മരിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇവിടെ മാർക്കുകൾ വാരിക്കോരി കൊടുത്തുകൊണ്ട് എങ്ങനെയും കുട്ടികളെ ജയിപ്പിച്ചെടുക്കുക, എന്നിട്ട് അവർ അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷകളിൽ തുന്നം പാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോലും കുട്ടികൾ കേരളത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം അത്രത്തോളം മോശമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രാജുവേറ്റ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ, അതായത് എത്ര പേർ 1-ാം ക്ലാസ്സിൽ ചേരുന്നവർ അവർ ബിരുദം പഠനത്തിന് ജോയിൻ ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത്, ആ ഒരു ഗ്രാജുവേറ്റ് എൻറോൾമെൻറ്റ് റേഷ്യോയിൽ കേരളം വളരെ കാലം ഇന്ത്യയിൽ 1-ാം നമ്പർ ആയിരുന്നെങ്കിൽ ഇന്ന് തമിഴ്നാടിന് പുറകെയാണ്. വച്ചടി അവർ ഒരുപാട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ രംഗം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിന് അതിൽ യാതൊരു താല്പര്യവുമില്ല, യാതൊരു ഉത്തരവാദിത്വ ബോധ്യവുമില്ല, ഇന്നിപ്പോൾ ഫണ്ടും ഇല്ല. അങ്ങനെ ഫണ്ട് കിട്ടുവാനെങ്കിലും നമുക്ക് ഒരു വഴി തുറക്കാം എന്നുള്ള ഒരു മിനിമം ധാരണയുടെ പുറത്താണ് ഈ ഒരു ചർച്ചകൾ നടക്കുന്നതും ഒപ്പിടുന്നതും. അല്ലാതെ ഇതിലൊന്നും ഒരു രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ CPIയും CPM-ഉം തമ്മിൽ എന്തുകൊണ്ടിപ്പോൾ കൊമ്പ് കോർക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർക്കിനി അങ്ങോട്ട് വരുവാൻ പോകുന്ന ആ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് ധാരണയിൽ അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഈഗോ ബാറ്റിലേക്ക് ഇത് പോവുകയാണ്. അപ്പോൾ കൃത്യമായും CPIയെ വളരെ വ്യക്തമായി തന്നെ ഒരു പാർശ്വവൽക്കരിച്ചുകൊണ്ട് മുന്നേറുവാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് CPIയോട് ഇന്ന് ഒരു ചിറ്റമ്മ നയം തന്നെയാണുള്ളത്.
അപ്പോൾ CPI അത് കാണുന്നത് ഒരു വലിയേട്ടൻ മനോഭാവം ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു മുന്നണിയുടെ വരും കാല തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനത്തിലും പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്. കാരണം പല രീതിയിലുള്ള കുത്തഴിഞ്ഞ ഭരണം കാരണം ഇന്ന് നമ്മുടെ ഖജനാവ് കാലിയാണ്. ഒരുപാട് തവണ നമുക്ക് നമ്മുടെ തന്നെ തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലും സാധിക്കാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡിയർനെസ് അലവൻസിൽ കൊടുക്കുവാൻ ബാക്കിയുണ്ട്. സാമൂഹിക പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, സാധാരണ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല പല ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ആവശ്യത്തിന് പണമില്ലാതെ വരുന്ന ഒരു സർക്കാർ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീണ്ടും വീണ്ടും കടമെടുക്കുവാനുള്ള പരിധി കൂട്ടുവാനായി കേന്ദ്രത്തിന് മുൻപിൽ കൈനീട്ടുവാനും അതുപോലെ തന്നെ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റ് പറയുവാനും മാത്രമാണ് ഇന്ന് കേരള സർക്കാർ ഈ ഒരു ബഡ്ജറ്റിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാർ ആ ഒരു അവസരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പെട്ടെന്ന് ചോദിക്കുകയാണ്, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്താണ് തെറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് കാണാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹത്തിന് പണ്ടേ പറയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും CPM വളരെ വലിയ തെറ്റുകൾ പോലും കാലക്രമേണയെ തിരുത്തുള്ളൂ. അല്ലാതെ ആദ്യത്തെ തവണ ആ ഡോക്യുമെൻ്റ് വായിച്ച് അതിലെന്താണ് പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കി അതിൻ്റെ പേരിൽ തീരുമാനമെടുക്കുവാനുള്ള കഴിവ് അവർ ഒരിക്കലും കാണിക്കാറില്ല. എത്രയോ കാലം പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നിട്ട് അവസാനം ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴാണ് അവർ നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയും പിന്നെ തിരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള വളരെ ആത്യന്തികമായ ഒരു തിരുത്തലാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യത്തിൽ CPIM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ CPIക്ക് ഇത് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യം. ആ ഒരു ചോദ്യത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരം CPIയും CPIM-ഉം തമ്മിൽ ഇന്ന് നമ്മൾ പണ്ട് വിചാരിച്ചതുപോലെയുള്ള ഏകോദര സഹോദരങ്ങളെ പോലെയുള്ള ഒരു ബന്ധമൊന്നും ഇന്നില്ല എന്നുള്ളത് തന്നെയാണ്. CPI കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു ഭാവി തന്നെ ഇന്ന് ഇരുളടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. യെസ്, മാധ്യമപ്രവർത്തകൻ LR വിനയേന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ശ്രീ ബിജു നായർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ആ അന്തർധാരയിൽ വ്യതിയാനം വന്നിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ PKV-യും വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത്തരത്തിൽ മുന്നണിയിൽ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശക്തമായ പരിഹാരമുണ്ടായിരുന്നു. ഇത്തരത്തിൽ നാണം കെട്ട് പോകേണ്ട അവസ്ഥയൊന്നുമില്ലായിരുന്നു. വെളിയം ഭാർഗവനൊക്കെ നിർണായക തീരുമാനങ്ങൾ പല ഘട്ടത്തിലും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. അവർക്ക് 2 തവണ മുഖ്യമന്ത്രി ആവാനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ രണ്ടാമത് ഇവർ ഈ LDF-ൻ്റെ മുന്നണി സംവിധാനത്തിലേക്ക് വന്നതിന് ശേഷം സ്വയം ഒതുങ്ങിക്കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ കൊട്ടിഘോഷിക്കുന്നതിൻ്റെ ഫലമായി ഇന്നത്തെ ഈ സംഭവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ വിലയിരുത്താം? ശ്രീ ബിനു, ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങൾ വേറെയാണ്. അന്ന് PKV ഇരുന്ന ആ രാഷ്ട്രീയ സാഹചര്യമല്ല, അല്ലെങ്കിൽ ആശാൻ ഇരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല, എന്തിനധികം ബഹുമാന്യനായ CK ചന്ദ്രപ്പനിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് ഒരു മൂന്നാം ശക്തി പോലെ BJP രംഗപ്രവേശം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല. ഇനിയിവിടെ കേരളത്തിലെ വിദ്യാഭ്യാസം ആകെ താറുമാറായി കിടക്കുന്നു. അതിനെല്ലാം ഞങ്ങൾ ശരിയാക്കും എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ്റെ കാഴ്ചപ്പാട് എത്രത്തോളം ശരിയാണ് എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കട്ടെ. കാര്യം ഇപ്പോൾ ഇവിടെ സംസ്ഥാന സ്കൂൾ കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക വേദികളിലും ഞാൻ പോയതാണ്. എന്താണ് അവിടെയുള്ള ന്യൂനത എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ. ഇനി മറ്റുള്ള സ്കൂളുകളെ എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം, ഒറ്റപ്പെട്ടത് പറഞ്ഞാണ് സർക്കാരിന് പലപ്പോഴും ആക്ഷേപിക്കാറുള്ളത്. പക്ഷേ അങ്ങനെ അതിനെ കാണാൻ കഴിയില്ല. ഒരു സ്കൂളുകളെല്ലാം തന്നെ, എൻ്റെ കുട്ടി പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്, അദ്ദേഹത്തിൻ്റെ മാറ്റം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു രക്ഷകർത്താവും കൂടിയാണ്. പിന്നെ സാഹചര്യം എന്ന് പറയുന്ന പണം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ പണം ആരുടെ പണമാണ്? കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പണമല്ല, ജനങ്ങളുടെ പണമാണ്. ആ പണം തന്നെയാണ് കേരളത്തിൽ അവകാശപ്പെട്ട പണം നേടിയെടുക്കാൻ
പോകുന്നു എന്ന് ജലീലിക്ക പറഞ്ഞതും അതുതന്നെയാണ്. എന്താണ് നേടിയെടുക്കാനുള്ള ഒരു ഫെഡറൽ സംവിധാനത്തിൽ നേടിയെടുക്കേണ്ടതായിട്ടുള്ള തുക നേടിയെടുക്കണം. അത് അദ്ദേഹം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ എന്താണ്? അടിയന്തര ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഈ അടിയന്തര സാഹചര്യം? നവംബർ 5 മുമ്പ് അല്ലെങ്കിൽ നവംബർ 5 ആകുമ്പോഴേക്കും ഒരുപക്ഷേ പെരുമാറ്റച്ചട്ടത്തിലേക്ക് സ്റ്റേറ്റ് പോകുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുകയായിരുന്നു. ഇനി ഒരു പ്രത്യേക വകുപ്പിനെടുക്കാവുന്നുള്ള തീരുമാനമായതുകൊണ്ടും നിയമോപദേശം തേടേണ്ടതായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്കോളർഷിപ്പ് തുക നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഒരു രീതിയിലേക്ക് പോയത് എന്ന്. അങ്ങേക്ക് അറിയാമല്ലോ, കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന തുക എത്രയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു തുക നേടിയെടുക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്കാകുന്നില്ല. എൻ്റെ സ്വകാര്യം പറയുന്നതല്ല, പക്ഷേ എൻ്റെ കുട്ടി LSSൽ ടോപ്പ് സ്കോററായി ജയിച്ചൊരു കുട്ടിയാണ്. അത് അടുത്ത USS എഴുതാൻ പോവുകയാണ്. ആ കുട്ടിക്ക് 1 മാസത്തെ സ്കോളർഷിപ്പ് പോലും കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള, അപ്പം ഞാനൊരു രക്ഷകർത്താവെന്നുള്ളതിനെ ഞാൻ സഹിക്കുന്നു, പക്ഷേ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്കോളർഷിപ്പ് കിട്ടാതിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു കാര്യം പഠിച്ച് ജയിച്ചതാണ്, അല്ലാതെ ജാതി ഇന്നതായതുകൊണ്ട് കിട്ടുന്ന സ്കോളർഷിപ്പ് അല്ല. അയാൾ പഠിച്ച് ജയിച്ചതാണ്. ആ 1 മാസത്തെ സ്കോളർഷിപ്പ് പോലും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ പലതരത്തിലുള്ള OBC സ്കോളർഷിപ്പ് അടക്കമുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എങ്ങനെ, ആ സാഹചര്യത്തിൽ എന്താണ്, ഇവിടെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ഒരു ഫണ്ട് അല്ല, പക്ഷേ ആ ഫണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ല ശ്രീ ബിനു, അതിലേക്ക് പറയാം. ഞാൻ ഈ സർക്കാരിനെ ന്യായീകരിക്കുന്നല്ല, 2 വശങ്ങളുണ്ടല്ലോ. അമ്മയെ തല്ലിയാലും 2 വശമുണ്ട്. ആ 2 വശവും പറയണം. അല്ല ഇനി ഒന്ന് അങ്ങ് ഈ പറഞ്ഞ കാര്യം എന്താണ്, ഈ LDFൽ ഇവിടെ നമ്മളത് ആ പുലി വരുന്നേ എന്നും പറഞ്ഞായിരുന്നല്ലോ എല്ലാവരും കൂടി പോയി നിന്നത്. പുലി വന്നോ? പുലി പോയിട്ടൊരു എലിയെങ്കിലും വന്നോ ശ്രീ ബിനു? നമ്മൾ 3 ദിവസമായി ഇവിടെ മഴ പെയ്ത് അല്ലെങ്കിൽ ആളുകൾ മരണപ്പെടുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി. ഇന്ന് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ല ഇന്ന് വലിയ ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് ചർച്ച. എവിടേക്കൊക്കെ പോകുന്നു? ഇനി അതിനേക്കാൾ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ ചർച്ച എന്തായിരുന്നു? ഒരു പരിപാവനമായൊരു ക്ഷേത്രത്തിലെ സ്വർണം അവിടെയുള്ള ഒരു പരികർമ്മി കട്ടുകൊണ്ടുപോയി. ആ ചർച്ച എവിടേക്ക് പോയി? ഇന്ന് ചർച്ച എന്താണ്? ആ ചർച്ച എല്ലാം വഴിതിരിഞ്ഞു പോകുന്നു. ഇനി CPI എടുത്ത നിലപാട്, ഒരു മന്ത്രി, വ്യക്തിപരമായി നമുക്കറിയാവുന്നൊരു മന്ത്രിയാണ്, അദ്ദേഹം ശക്തനായി നിൽക്കുകയാണ്, രാജിവെച്ചേ അടങ്ങുള്ളൂ. അദ്ദേഹത്തോട് ഇന്ന് പോയി ചോദിക്കുകയാണ്, അങ്ങ് രാജിവെക്കുമോ? രാജിവെച്ചിട്ടുണ്ട്, എന്താ കാര്യം? രാജിവെച്ചിട്ട് പ്രത്യേക കാര്യമുണ്ടോ എന്ന് അദ്ദേഹം തിരിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു. അപ്പോൾ എവിടെയാണ് എന്താണ് പ്രശ്നം? എല്ലാവരും നോക്കിയിരുന്നത് ആലപ്പുഴയിൽ എന്തോ ബോംബ് പൊട്ടാൻ പോവുകയാണ്. ഒരു ബോംബും പെട്ടില്ല. കാര്യം എന്ന് പറയുന്നത് അവർക്കറിയാം എന്താണ്. ഇനി ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഞാൻ ക്ഷണിക്കുന്നൊന്നുമില്ല, പക്ഷെ ഇത്രയും ഗതികെട്ട് അവിടെ കഴിയണമോ എന്നവർ ആലോചിക്കണം. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇവർ നടപ്പിലാക്കിയില്ലേ? ഇവരെവിടെയൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നു? ഇവർ PM ശ്രീയെ എതിർക്കുന്ന ആളുകളാണ്. അത് പറയണമല്ലോ ശ്രീ VD സതീശന്റെ പാർട്ടി ഇതിനെ അനുകൂലിക്കാത്തവരാണോ സർക്കാർ? അല്ല, ഇവിടെ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് കേന്ദ്ര നയത്തെ കുറിച്ചും ശ്രീ ബിനു, ഇത് പറയുമ്പോ അങ്ങ് മനസ്സിലാക്കേണ്ടത് UGCയിൽ വന്ന മാറ്റത്തെ സർക്കാർ പ്രത്യേകിച്ച് എന്താണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മതനിരപേക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ പിന്നെന്താണ് വാല്യുവേഷൻ്റെ കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? IKSൻ്റെ, അതായത് ഇവിടെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റേതായ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. മൂല്യനിർണ്ണയത്തിൽ എടുക്കേണ്ട ഇനിയിവിടെ ഈ സിസ്റ്റം നടപ്പിലാക്കിയില്ലേ, അപ്പോൾ ഈ അനുജൻ എന്ന് പറയുന്ന പാർട്ടി കണ്ടില്ലേ? 6ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ നടത്തി ശ്രീ ബിനു. എല്ലാ സ്കൂളുകളിലും അതിന്റെ പരീക്ഷ നടത്തി പട്ടികപ്പെടുത്തി. ഈ പത്രത്താളുകളിലൊക്കെ വെണ്ടക്ക പോലെ ഇപ്പോ വലിയ മുന്നിൽ നിൽക്കുന്ന ഈ വലതുപക്ഷ മാധ്യമ പത്രത്തിൽ വരെ വെണ്ടക്ക പോലെ വന്നതാണ് ഈ ഓരോ
പാർട്ടി ജനറൽ സെക്രട്ടറി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു തീരുമാനിച്ചതിനാണ് നട്ടലോടുകൂടി പറഞ്ഞു. അല്ലല്ല, ഒപ്പിടുന്നതിന് മുമ്പ് ഇങ്ങനെയല്ല പറഞ്ഞത്. ഒപ്പിടുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് കൃത്യമായി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയായ SFI എന്ത് നിലപാടെടുത്തു, ഇപ്പൊ എന്ത് നിലപാടിലേക്ക് എടുക്കുന്നു? ഞാൻ എന്തായാലും അഭിലാഷിലേക്ക് പോവുകയാണ്. അഭിലാഷ്, ഈ LR വിനയേന്ദ്രൻ പറയുന്ന ഈ വാദങ്ങളെ എങ്ങനെ കാണാൻ കഴിയും? ശ്രീ LR വിനയേന്ദ്രൻ ഒരുപാട് വാദങ്ങൾ പറയുകയുണ്ടായി. VD സതീശൻ്റെ പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് വാദങ്ങൾ നിരത്തിയത്. ഞാനൊന്ന് ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏത് കാലഘട്ടത്തിലാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു നയമുണ്ടായിരുന്നത്? ആ പല വിഷയങ്ങൾ എടുത്താലും ശരി, ആ നയങ്ങളിലെല്ലാം വ്യതിയാനം കമ്പ്യൂട്ടർ മുതൽ ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം വരെ PM ശ്രീ പദ്ധതി വരെ നമുക്ക് കമ്പ്യൂട്ടറിൽ തുടങ്ങാം. അതിനുശേഷം പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല സ്വകാര്യ മേഖലയിലേക്കുള്ള വിദ്യാഭ്യാസ മേഖല കടന്നു വന്നപ്പോൾ അവർ നടത്തിയ സമരങ്ങൾ, ഇവിടെ സഹകരണ മെഡിക്കൽ കോളേജ് പരിയാരത്ത് വന്നപ്പോൾ അതിനെതിരായി നടത്തിയ സമരം, അതിനുശേഷം അവർ ആ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. മാത്രമല്ല കൊച്ചിയിൽ അന്ന് സമരം നയിച്ച S ശർമ്മ സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോൾ കൊച്ചിയിൽ സഹകരണ മെഡിക്കൽ കോളേജ് തുടങ്ങിയ വിദ്വാൻമാരാണുള്ളത്. ഇവിടെ കേരളത്തിലെ കേരള സർവകലാശാലയിലെ വിളനിലം സമരം ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നയവ്യതിയാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഒരു തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന ഒരു വിഷയമാണ് ഇവിടെ. അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞു ശ്രീ, എല്ലാവരും പറയുന്നുണ്ട് ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, ഇത് ചർച്ച ചെയ്യപ്പെടണം. എന്തിനാണ് ഇവർ ഈ തിടുക്കം കാട്ടിയത്? ഒന്നുകിൽ ട്രഷറിയിൽ തുകയില്ല, ട്രഷറിയിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്, അവിടേക്ക് കുറച്ച് 1500 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഒരു പുതിയ തലമുറയെ മാർക്സിസ്റ്റ് പാർട്ടി BJPയുടെ കാവ്യവൽക്കരണത്തിന് വേണ്ടി അവരുടെ കാൽക്കീഴിൽ കൊണ്ട് അടിയറവ് വയ്ക്കണോ? അതാണ് 1500 കോടി രൂപയല്ലേ. ഇന്ന് CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ അവർ സംസ്ഥാന വിദ്യാഭ്യാസ നയം രൂപീകരിച്ചല്ലോ, അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ സുപ്രീം കോടതിയിൽ കേസ് നടത്തി. ആ കേസ് നടത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് കുറച്ച് തുക കിട്ടിത്തുടങ്ങി. അപ്പോൾ ഇതൊന്നും വയ്യാതെ ഇതെന്താ തിടുക്കമെന്താ? കഴിഞ്ഞ 1.5 വർഷം മുമ്പ് അവർ തീരുമാനമെടുത്തു എന്ന് പറയുന്നു. അതിനുശേഷം ഈ ഒക്ടോബർ 10-ാം തീയതി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്നു. ഈ 16-ാം തീയതി തന്നെ എഗ്രിമെൻറ്റ് തയ്യാറാക്കുകയാണ്. മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡ് തയ്യാറാക്കുകയാണ് 16-ാം തീയതി. അതിനുശേഷമാണ് 22-ാം തീയതി പോലും CPIയോട് പറയുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ അവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുവാണ്. ഒരു കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുകയുണ്ടായി. അത് മന്ത്രി അപ്പൂപ്പൻ ഇങ്ങനെ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ മാറാമോ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് നാണക്കേടല്ലേ, വിദ്യാഭ്യാസ സമൂഹത്തിന് നാണക്കേടല്ലേ? ശിവൻകുട്ടിയെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ നിയമസഭയിലെ പ്രകടനത്തെക്കുറിച്ചൊക്കെ എല്ലാം ഒരുപാട് ആക്ഷേപം, അതിലേക്കൊന്നും നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ കുട്ടികളും കേരളത്തിലെ പൊതുസമൂഹവുമെല്ലാം ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഒന്ന് പറയുന്നു, PM ശ്രീ നമുക്ക് വേണ്ട, അതിലെ അന്യായങ്ങളെക്കുറിച്ച്, അതിലെ കാവ്യവൽക്കരണത്തെക്കുറിച്ച്, അതിലെ കരിക്കുലത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, അതുപോലെ അതിലെ വാണിജ്യവൽക്കരണത്തെക്കുറിച്ചെല്ലാം ഇവർ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. അവരുടെ പത്രമാധ്യമങ്ങളിലെല്ലാം അത് എഴുതുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ സ്വന്തം മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ പോലും വിശ്വാസത്തിലെടുക്കാതെ, സ്വന്തം മുന്നണിയെ പോലും വിശ്വാസത്തിലെടുക്കാതെ, അഖിലേന്ത്യാ സെക്രട്ടറിയെ പോലും അറിയിക്കാതെ ആ അഗ്രിമെൻ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിടുന്നു. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത്ര തിടുക്കം, ഇത്ര അടിയന്തര സാഹചര്യം ആർക്ക് വേണ്ടിയായിരുന്നു? തെരഞ്ഞെടുപ്പിക്ക് തന്നെ പ്രഖ്യാപിക്കുവാൻ ഇനിയും ഏകദേശം 10 ദിവസം ബാക്കി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഇത്ര? ഒന്നുമില്ലെങ്കിലും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോടെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ? CPI ഞാൻ ചോട്ടെ, കേന്ദ്രത്തിലെ ഒരു പദ്ധതിയുമായി സംസ്ഥാന ഗവൺമെൻറ് ഒപ്പിടുമ്പോൾ, ഒരു കരാർ ഒപ്പിടുമ്പോൾ സംസ്ഥാനത്തിലെ മന്ത്രിസഭാ യോഗത്തിൽ അത് ചർച്ച ചെയ്യണ്ടേ? അവിടെ കൂട്ടുത്തരവാദിത്വം ഈ മന്ത്രിസഭയ്ക്ക് നഷ്ടമായിരിക്കുവാണ്. ഇവിടെ CPI എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ശരി ബിനു, നമുക്ക് CPIയിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചല്ലോ, CPI ഒരു ഭാഗത്ത് ഇരുട്ടത്ത് നിൽക്കുവാണ്. അവർ ഇങ്ങനെ തന്നെ തുടരും. കാരണം ചരിത്രം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായും. ജലീൽ പുനലൂർ, ഇവിടെ ഈ പറഞ്ഞതുപോലെ നയവ്യതിയാനങ്ങൾ CPM-ന് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം
കമ്പ്യൂട്ടറിൻ്റെ കാലത്തും ട്രാക്ടറിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പുതിയതായിട്ട് 2019 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും CPM-ൻ്റെ നയവ്യതിയാനങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനമായി മുഖ്യമന്ത്രി ഭക്തനാണെന്ന് വരെ വെള്ളാപ്പള്ളി പറയുന്ന ആ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എപ്പോഴും ഈ പറഞ്ഞതുപോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയാധിഷ്ഠിത പാർട്ടി അല്ല CPM. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പാക്കുന്നു. മന്ത്രിമാർ അറിയുന്നില്ല, യോഗങ്ങൾ നടക്കുന്നില്ല. അതിനുശേഷം 1 വർഷം മുമ്പേ ധാരണയാക്കുന്നു, പദ്ധതി നടപ്പാക്കുന്നു. പിന്നെ CPI-യുടേത് നനഞ്ഞ പടക്കമാണെന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി കണ്ടു. പക്ഷേ ഇത്തവണ കുറച്ച് കടുത്തു. അതല്ലേ സംഭവിച്ചത്? നോക്കൂ, CPIM-ൻ്റെ നയനിലപാടുകളിൽ അവർക്ക് ബോധ്യങ്ങളുണ്ടാകുന്നത് ഏറെ കാലത്തിന് ശേഷമാണെന്നിപ്പം ആങ്കർ അടക്കം കോൺഗ്രസ് പ്രതിനിധി അടക്കം ഞാൻ ആവർത്തിച്ച് പറയുന്നത് കേട്ടു. അതിന് ഉദാഹരണമായിട്ട് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർവൽക്കരണമാണ്. അത് ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്കത് തെറ്റിദ്ധാരണ കൊണ്ട് ബോധ്യമായിരുന്നിരിക്കും. പക്ഷേ എന്നെപ്പോലെ കുറച്ച് പഴക്കം ചെന്ന പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കത് ബോധ്യമാകണമെന്നില്ല. ഇടതുപക്ഷം കമ്പ്യൂട്ടറിനെതിരായിട്ട് സമരം ചെയ്തത് ഏത് കാലത്താണെന്ന് ചോദിച്ചാൽ, മലയാളി ഈ ഓല കൊണ്ടു മേഞ്ഞ കുടിലുകൾക്ക് മുമ്പിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഗതിയില്ലാതെ കാത്തു നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ മുക്കുമൂലകൾ ഗ്രാമപ്രദേശങ്ങളിൽ. 100 കണക്കിന് യുവതികളും യുവാക്കളും യാതൊരു തൊഴിലുമില്ലാതെ നിലയുറപ്പിച്ച ദയനീയതയുടെ ഒരു മുഖം മലയാളിയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഏകപക്ഷീയമായി കമ്പ്യൂട്ടർവൽക്കരണം കൊണ്ടുവന്നപ്പോൾ CPM പറഞ്ഞിട്ടുണ്ട്, ആദ്യം പാവപ്പെട്ട ഈ യുവാക്കൾക്കും തൊഴിലാളികൾക്കും തൊഴിൽ എത്തിക്കൂ, പണി എത്തിക്കൂ, അതിനുശേഷമാകാം കമ്പ്യൂട്ടർ എന്ന് തികച്ചും ജനകീയമായൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത് ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശരിയാണെന്ന് പിന്നീട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നിരീക്ഷകൻ പറഞ്ഞതുപോലെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പ്ലാനിനെ സംബന്ധിച്ചും. അപ്പോൾ ഒരു പദ്ധതി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഏതെങ്കിലും കാരണത്തിൻ്റെ പേരിൽ അപ്പാടി ഒപ്പ് ചാർത്തി കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഇടതുപക്ഷത്തെയോ CPM-നെയോ സംബന്ധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ദീർഘമായി പഠിക്കും, അതിനെ സംബന്ധിച്ച് പ്രതിവാദങ്ങൾ നടത്തും, സംവാദങ്ങൾ നടത്തും. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമം പോലും അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ അതിലെല്ലാം ഈ പറഞ്ഞതുപോലെ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി തന്നെ നടത്തിയെന്ന് പറയാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയുള്ള കമ്പ്യൂട്ടർ വിഷയത്തിലും അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിലും എല്ലാവരും ഒത്തുചേർന്ന് ചെയ്തു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും അല്ലെങ്കിൽ SFIക്ക് പോലും CPI മന്ത്രിമാർക്ക് പോലും CPIക്ക് പോലും എതിർപ്പുണ്ടാകുന്നു. ഇതിൽ മാത്രം കൂട്ടുത്തരവാദിത്വം ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് SFIയോടും DYFIയോടും AIYF-നോടും അല്ലെങ്കിൽ നാഷണൽ യൂത്ത് ലീഗിനോടും ഒക്കെ ചോദിച്ച് അവരുടെ എല്ലാം ഒപ്പോടുകൂടിയാണോ ഒരു പദ്ധതി? അല്ലല്ല, പ്രത്യേകിച്ച് ഇത് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. സ്വാഭാവികമായും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പുരോഗതിയിലേക്കും ഉയർച്ചയിലേക്കും അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നിഷ്പക്ഷമതികൾ പോലും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മന്ത്രി ശ്രീ V. ശിവൻകുട്ടിയെ സംബന്ധിച്ച് മറ്റൊരു എതിരഭിപ്രായമില്ലാത്ത നിലയിൽ അദ്ദേഹം ഒരു മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ പൊതുവായിട്ട് ഒരു അംഗീകാരം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വേളയിൽ 1500 കോടിയിലധികം രൂപ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട തുക നമ്മുടെ നാട്ടിലുള്ള ആദിവാസി കുടിലുകളിലടക്കമുള്ള ദയനീയമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തുക ഏതെങ്കിലും ഒരു സാങ്കേതികത്വത്തിൽ തട്ടി തകർന്നു പോകാതിരിക്കാൻ തികച്ചും ദീർഘവീക്ഷണത്തോടു കൂടി തന്ത്രപരമായൊരു നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. അല്ല, ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും. ഒരുപക്ഷെ ഗാന്ധിജിക്ക് പകരം ഗോഡ്സെ പഠിപ്പിക്കേണ്ടി വരും. ഇതിനൊപ്പം PM ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം. ഇതൊക്കെയാണോ സുതാര്യം? അല്ല, ഇതൊക്കെ തന്നെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് കോൺഗ്രസ്സുകാരിൽ നിന്നാണ്. അങ്ങനെ തന്നെ പറയണം. കാരണം ആരാണ് സവർക്കറുടെ റബ്ബർ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയ കോൺഗ്രസ് പാർട്ടിക്കാണ് ഇന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് ആവലാതിയിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ കോൺഗ്രസ് പ്രതിനിധിയോട്, ഈ PM ശ്രീ ഒപ്പിട്ടതിനെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ വളരെ വ്യാകുലപ്പെടുന്നുണ്ടല്ലോ. രാജസ്ഥാനിൽ ഇത് ഒപ്പിട്ടതെന്ന 2022 ഒക്ടോബർ 27 അത് ഛത്തീസ്ഗഡിൽ ഒപ്പിട്ടതെന്ന 2023 ജനുവരിയിലാണ്. ഹിമാചലിൽ 2023 ഒപ്പിട്ടു.
എന്തിന്? ഈ ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റായ സിദ്ധാരാമയ്യ ഇപ്പോഴാണ് കോൺഗ്രസിൽ വന്നത്. അതിന് മുമ്പ് അദ്ദേഹം ഒരു തികഞ്ഞ സോഷ്യലിസ്റ്റായിരുന്നു. എല്ലാവരും തൻ്റെ ഓഫീസിൽ ഗാന്ധിയുടെ ഫോട്ടോ വെക്കുമ്പോൾ അദ്ദേഹം അംബേദ്കറുടെ ഫോട്ടോ വെക്കുന്ന തികഞ്ഞ സോഷ്യലിസ്റ്റായിരുന്നു. അദ്ദേഹം ഭരിക്കുന്ന കർണാടക പോലും 2022 ഇതെല്ലാം ഇപ്പൊ നടപ്പാക്കിയെന്ന് പറഞ്ഞ് CPM ആ നയത്തോട് യോജിച്ച് മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ട് ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ രാജ്യത്തെ നിയമത്തോടും രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കുന്ന ഈ എതിർപ്പൊന്നും വേണ്ടായിരുന്നല്ലോ. എല്ലാവരോടും ചോദിച്ച് ഒരു കൂട്ടുത്തരവാദിത്തോടു കൂടി ഒരു തീരുമാനം എടുത്താൽ പോരായിരുന്നു. അല്ല, BJP ഭരിക്കുന്നത് കൊണ്ട് നാളെ ഇന്ത്യൻ പാസ്പോർട്ട് ഞാൻ സ്വീകരിക്കില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? അതൊക്കെ ഒരു ദേശീയ നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു പൊതു മിനിമം പരിപാടിയുടെ അനുസരിച്ച് ഫെഡറൽ സംവിധാനത്തിൽ നീങ്ങുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇത്തരം തന്ത്രപരമായ ഒരു നിലപാടുകൾ സംസ്ഥാനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഒരു സർക്കാരിന് സ്വീകരിക്കേണ്ടി വരും. അത് മാത്രമാണ് ഇവിടെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ബിജു നായർ, ഈ RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. അതിനെ എങ്ങനെ കാണാം? നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കുട്ടികളുടെ ഭാവിയെക്കുറിച്ച്, കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇടതു സർക്കാർ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അതവിടെ നിൽക്കട്ടെ. 2, കുട്ടികൾക്ക് വേണ്ടി, സ്കൂളുകൾക്ക് വേണ്ടി എടുത്തു ചെലവാക്കാൻ ഫണ്ടൊന്നുമില്ല. അതും അവിടെ നിൽക്കട്ടെ. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് തന്നെ വളരെ വ്യക്തമായ ഒരു ചർച്ച, ഒരു പൊതു ചർച്ച തന്നെയാകട്ടെ. കാരണം ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, ഇത് പണ്ടേ ഉള്ളത് തന്നെയാണ്. ഒരു കൃത്യമായ പൊതു ചർച്ചയിലൂടെ ഇതുപോലെ വളരെ വേഗമായിട്ടുള്ള, അതായത് കാവ്യവൽക്കരണമാണ്, ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുകയാണ്, ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി എഴുതുകയാണ്, നമ്മൾ ഗാന്ധിക്ക് പകരം ഗോഡ്സെയെ പ്രതിഷ്ഠിക്കുവാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ചുമ്മാ എടുത്ത് വീശാതെ വ്യക്തമായ പൊതു ചർച്ച. കേരളം പ്രബുദ്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എപ്പോഴും. അത്തരത്തിലൊരു പൊതു ചർച്ച നടന്നതായി ഇവിടെ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അതാരായിരുന്നു നയിക്കേണ്ടത്? സർക്കാർ തന്നെയാണ് നയിക്കേണ്ടത്. അവരത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ്സുകാർക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. കാരണം അവർ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞതാണ്. അപ്പം കോൺഗ്രസിനേക്കാൾ മുമ്പേ ഇന്ന് നമ്മൾ കുറ്റം പറയേണ്ടത് ഇടതുപക്ഷ സർക്കാരിനെ തന്നെയാണ്. അവരിതിൽ യാതൊന്നും ചെയ്തില്ല. കാരണം മറ്റു പല കേന്ദ്ര പദ്ധതികളും, അത് ജൽജീവൻ മിഷൻ ആകട്ടെ, അത് മൻരേഗ പദ്ധതി തൊട്ട് ഹൈവേയുടെ നിർമ്മാണം തൊട്ട് എല്ലാ കേന്ദ്ര പദ്ധതികൾക്കും തുരങ്കം വയ്ക്കുകയും എന്നിട്ട് നടക്കുന്ന പദ്ധതികളുടെ പോലും ക്രെഡിറ്റ് അടിച്ചെടുക്കുകയും ചെയ്യുന്നത് മാത്രമേ ഇന്നിവിടെ കേരള സർക്കാർ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അവർ അതങ്ങനെ ചെയ്യുന്നത്? കാരണം അതിൻ്റെ ക്രെഡിറ്റ് BJPക്ക് പോയാലോ, ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് BJPക്ക് പോയാലോ. ഇവിടെ പറയുകയുണ്ടായി ഇത് കേരളത്തിലുള്ള ആളുകൾക്ക് അവകാശപ്പെട്ട പണമാണെന്ന്. ശരിയാണ്, കേരളത്തിനുള്ള പണം തന്നെയാണത്. പക്ഷേ കേരളത്തിനുള്ള പണം കേരള സർക്കാർ എങ്ങനെയാണ് ചെലവാക്കിയത്? ഇതുപോലെയുള്ള ആഗോള നിക്ഷേപ സംഗമമെന്നും അയ്യപ്പ സംഗമമെന്നും പല തരത്തിലുള്ള സംഗമം, ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ദൂർത്താണ് നമ്മൾ അടിച്ച് കളഞ്ഞത് എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ നമ്മുടെ സാധാരണക്കാർക്ക് കിട്ടാനുള്ള പണം കേരള സർക്കാർ ദൂർത്തടിച്ച് കളഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കുവാൻ പണം ഇല്ലാതായത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഐഡിയോളജിക്കലി ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ന് ഈ ഒരു ഒപ്പ് വയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ പല തരത്തിലുള്ള വീഴ്ചകളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്നത്. ഒന്ന്, കയ്യിൽ എടുക്കാൻ പണമില്ല. 2, കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു വീണ്ടും വിചാരവുമില്ല. അതിനെല്ലാത്തിനുമുപരി ഇത്തരത്തിലൊരു പദ്ധതി മുന്നോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തി സ്വന്തം മുന്നണിയിലുള്ള പാർട്ടികളെപ്പോലും വിശ്വാസത്തിലെടുക്കുവാൻ സാധിച്ചില്ല. സ്വന്തം യുവജന സംഘടനകളെപ്പോലും വിശ്വാസത്തിലെടുക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ നായകനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നായകത്വത്തെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിട്ടൂരത്തിന് CPI വഴങ്ങുന്നില്ല. അതുകൊണ്ട് CPIയെ നമ്മൾ തള്ളിക്കളയും എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. നമ്മുടെ സർക്കാരിൻ്റെ ആ ഒരു വളരെ വലിയ വീഴ്ചകൾ, ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ് ഇന്നിവിടെ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്നത്. അപ്പം അതാണ് ഇന്ന് നമ്മളെ തുറച്ചു നോക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. കാരണം തെരഞ്ഞെടുപ്പുകൾ വരുവാൻ പോവുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇത് ഒപ്പിട്ട പൈസ ഇങ്ങ് വാങ്ങിക്കാം എന്നുള്ള ആ ഒരു ആക്രാന്തം മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്.
അത്തരത്തിലുള്ള വളരെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് യാതൊരു രീതിയിലുള്ള ദീർഘവീക്ഷണവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ എന്തിന് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഇനിയും ചുമക്കണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കാതലായ ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ 10 വർഷത്തെ ഇവരുടെ ഭരണം ഒരു ദുർഭരണം തന്നെയായിരുന്നു. അത് വോട്ട് ചെയ്ത് പുറത്താക്കേണ്ട ചുമതല ഇന്നത്തെ ജനങ്ങൾക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. PM ശ്രീ അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ വ്യക്തമായി നമ്മളത് ശ്രദ്ധാപൂർവം വീക്ഷിക്കണം, പഠിക്കണം, അവലോകനം ചെയ്യണം. അതിൻ്റെ പേരിൽ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ശ്രീ LR വിനയേന്ദ്രൻ, ഈ PM ശ്രീയിൽ കേരളത്തിൻ്റെ മനം മാറിയെങ്കിലും തമിഴ്നാട് ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. താങ്കൾ നേരത്തെ പല കാര്യങ്ങളും സൂചിപ്പിച്ചു. സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോൾ കോടതിയെ സമീപിച്ച് തമിഴ്നാട് ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു. സമഗ്ര ശിക്ഷയ്ക്ക് 2152 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള 25% വിദ്യാർത്ഥി പ്രവേശനം തമിഴ്നാട് നിർത്തിവെച്ചിരുന്നു. പ്രശ്നം മദ്രാസ് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും എത്തി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷേ കേരളമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് മലക്കം മറിഞ്ഞത്. ഇല്ല, ഇവിടെ പറയും പോലെ ഇവിടെ തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമ ബംഗാളിലെയോ ഒക്കെ സാഹചര്യങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളുമായി വ്യത്യസ്തമാണ്. വിദ്യാഭ്യാസ രീതിയിലായാലും വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളായാലും ഒക്കെ. ഞാൻ ഇതിൻ്റെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം നമ്മളതിൽ ഒരു ആഴത്തിലേക്ക് ശ്രീ ബിജു നായർ പറഞ്ഞതുപോലെ ഇത് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വസൂരി പാരമ്പര്യ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. നമ്മൾ മിത്ത് വിവാദം നമുക്കറിയാം. അപ്പോൾ ഈ വസൂരി പോലെയുള്ള എങ്കിൽ നമ്മുടെ പ്രഗത്ഭനായ അല്ലെ നമ്മളെല്ലാം കണ്ണിലുണ്ണിയായി കണ്ടുകൊണ്ടിരുന്നൊരു നേതാവിൻ്റെ ബാല്യകാലം ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പാരമ്പര്യ ചികിത്സയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കട്ടെ, ഇവർ പറയുന്ന അതായത് ചൊവ്വയിലേക്ക് പര്യവേഷണം നടത്താൻ പോകുന്ന കേന്ദ്ര സർക്കാർ അപ്പോൾ ഈ ഇസ്രോയൊക്കെ എങ്ങനെ കാണുന്നു എന്ന വലിയൊരു ചോദ്യമുണ്ട്. അതായത് വാക്സിനൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ്, ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ് പാരമ്പര്യ ചികിത്സകൾ വിജയിച്ചു എന്ന് വരുത്തി തീർന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ പാഠ്യപദ്ധതി അങ്ങനെയുള്ള 8ാം തരത്തിലെ പുസ്തകത്തിൽ ഇവിടെ കേരളം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ XOR-Y എന്നൊന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ശ്രീ VD സതീശൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഞാൻ ക്രോഡീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനൊന്നുമല്ല പോയത്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ക്ഷണിക്കണമെങ്കിൽ അദ്ദേഹം അവരുടെ കക്ഷി ഭരിക്കുന്ന സ്ഥലത്ത് നടപ്പിലാക്കാതിരിക്കണം, എങ്കിലല്ലേ ക്ഷണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അത് വിടുന്നു. അതാണ് ഇവിടെ കാരണം. എന്താണ് ഇവിടെ അങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കില്ല. അപ്പോൾ പാഠ്യപദ്ധതിയിൽ പുസ്തകങ്ങൾ അത് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വസ്തുനിഷ്ഠമായി തന്നെ പറയുന്നുണ്ട്. എന്താണ് NEP നടപ്പിലാക്കണം എന്നില്ല. മൂല്യനിർണ്ണയത്തിൽ മാത്രം പുസ്തകങ്ങൾ സ്റ്റേറ്റിന് നിർണ്ണയിക്കാം, പാഠഭാഗങ്ങൾ നിർണ്ണയിക്കാം എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെ ഈ NCERTയുടെ സിലബസിലുള്ള ഈ കാര്യം കേരളത്തിൽ പറയുന്നില്ല. ഈ കേരളത്തിൽ കൊണ്ടുവന്ന ഈ ഒരു സിസ്റ്റം, അതായത് IKS സിസ്റ്റം UGCയിൽ നടപ്പിലാക്കിയപ്പോൾ നമ്മൾ അതിനെതിരെ നിന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് എല്ലാ കാലവും, അതായത് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പോകുന്ന കാര്യം നമ്മൾ സൈക്കിളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ ബിനു. പിന്നീട് എന്താണ് നമ്മൾ ബൈക്കിലേക്കായി. ഇപ്പം നമ്മളെല്ലാം സഞ്ചരിക്കുന്നത് എന്താണ്? കാറിലാണ്. അയ്യോ ഇല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ സൈക്കിളിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ കാണാം. അതിന് ഈ നാട് ഓടുമ്പോൾ നടുവേ അതായിരിക്കാം. പക്ഷേ ജനറൽ സെക്രട്ടറിക്കൊക്കെ ഈ ഗതി വന്ന കാലം വേറെ ഇല്ല. അല്ല, അത് ബിനുവിൻ്റെയൊക്കെ ഒരു അഭിപ്രായമാണ്. കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് അറിഞ്ഞോ. അതായത് നമ്മുടെ ഈ കൊളോക്കിയൽ ലാംഗ്വേജിനെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് 4 ഭാഗത്തുനിന്നും ഗോവിന്ദൻ മാസ്റ്ററുടെ 4 ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് CP അങ്ങനെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അല്ല, അത് ഇപ്പോൾ ശ്രീ ബിനു പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ അതിൻ്റെ ആന്തരികമായി പറഞ്ഞാൽ ദേശീയ നയത്തിൽ എന്ത് മാറ്റം, അല്ലെങ്കിൽ ഇപ്പോൾ കേരളം നടപ്പിലാക്കുന്ന ഒരു പ്രശ്നത്തെ പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കില്ല എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങളിൽ എതിർത്തിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർ എതിർക്കില്ല എന്ന് കാണാൻ കഴിയില്ല. അപ്പം ദേശീയ നയത്തിലേക്കല്ലേ PV
ചേരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ആഘാതമൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക. അത് നമുക്കുണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഒബീഡിയൻ്റ് നിന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്താണ്, ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകയാണ്. എന്താണ് സാഹചര്യം എന്ന് അത് മനസ്സിലാക്കിയിട്ടാണല്ലോ പറഞ്ഞത്. ഒപ്പിട്ടത് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത്, ഭയപ്പെട്ടിട്ടൊന്നുമല്ല. പിന്നെ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചു എന്നൊക്കെ പറയുന്നത് ഇവർ എത്രയോ കാലം കൊണ്ട് പറയുകയാണ്, മുഖ്യമന്ത്രി ഞങ്ങൾ ഇപ്പം പൂട്ടും. ഇന്നലെയോ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ടല്ലോ, മരുമോനെയും മോനെയും എല്ലാവരും ഞങ്ങൾ അകത്താക്കും എന്നുള്ള എത്ര കാലം കൊണ്ട് ഇത് പറയുകയാണ്. എൻ്റെയും മുഖ്യമന്ത്രിയാണ്, ഞാൻ ആ രീതിയിലാണ് പറയുന്നത്. ഇവരെത്ര കാലം കൊണ്ട് പറയുകയാണ്. ഇനി ഇവരുടെ നാവ് കഴിക്കില്ലേ? ഇനി ഒരാൾ പറയുകയാണ് ഞങ്ങൾ അല്ല, അങ്ങനെ പറയാനും തുടങ്ങിയിട്ട് കാലമേറെയായി. ഇനി ഇവരൊരു തട്ടിലാണോ? ഇനി ഒരാൾ പറയുന്നത് ഞങ്ങൾ കാവ്യവൽക്കരിക്കും എന്ന് പറയുന്നു, ഒരാൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ പറഞ്ഞതുപോലെ ഇതാണ് ഇവരെ ഒരു ധൈര്യം കൊടുക്കുന്നത്. ഞങ്ങളെ കുറെ കാലം കൊണ്ട് ED ഒക്കെ വരട്ടുന്നുണ്ടല്ലോ, ഒന്നും നടക്കുന്നില്ല. സംശയം എന്താണ്? ഇവിടെ മുഖ്യമന്ത്രിയുടെ മകനൊരു ED നോട്ടീസ് കിട്ടിയിട്ട് അത് ആവിയായി പോയോ എന്ന് ഒന്ന് മനസ്സിലാക്കി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്ത് സാഹചര്യം? ED നോട്ടീസ് എവിടെ പോയി? മനോരമ പറയുന്നതല്ല, യാഥാർത്ഥ്യങ്ങൾ EDയുടെ വെബ്സൈറ്റിൽ നോക്കി പരിശോധിക്കണം. മിസ്റ്റർ വിനയേന്ദ്രൻ, നിങ്ങൾ പരിശോധിക്കൂ. ആ EDയുടെ നോട്ടീസ് എവിടെ പോയി? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസ്, നോക്കുകൂലി 1,80,00,000 രൂപ വാങ്ങി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനവസാനം GST അടച്ചു, അതിൽ നിന്ന് രക്ഷ നേടാൻ നോക്കി. പിന്നെ SFIയുടെ അന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ അതിൽ 1,80,00,000 വാങ്ങിയിട്ടുണ്ട് എന്ന് അത് ഫൈൻഡിങ്സ് ഉള്ളതാണ്. അല്ലല്ല, കുറ്റപത്രമുണ്ടല്ലോ SFIയുടെ അന്വേഷണത്തിൽ. അതിൽ കുറ്റപത്രത്തിലുണ്ടല്ലോ, അതിൽ 1,80,00,000 രൂപ. അപ്പോൾ അത്തരം കേസുകൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ട് വന്നതിൻ്റെ അന്നാണ്, ആ ED സമൻസ് വന്നതിൻ്റെ ആ ദിവസമാണ് ശിവശങ്കറിനെ ബലി കൊടുത്ത് ശിവശങ്കറിനെ ജയിലിലേക്ക് 100 ദിവസം ഇട്ടത്. അപ്പോൾ അതിലൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് നടന്നിട്ടുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാം. എവിടെയൊക്കെയാണ് BJPയും RSS പാർട്ടിയും തമ്മിൽ സെറ്റിൽമെൻറ്റ് നടന്നിട്ടുള്ളത്. അത് കേരളത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. കേരളത്തിൽ ചില മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. മുഖ്യമന്ത്രി ഈ വോട്ട് ചോരി വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയോ? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ ബീഹാറിലെ യാത്രയിൽ പോയി പങ്കെടുത്തു, പക്ഷെ മുഖ്യമന്ത്രി ആ യാത്രയിൽ പങ്കെടുത്തിട്ടില്ല. ഇവിടെ വോട്ട് ചോരി വിഷയത്തിൽ തൃശ്ശൂരിൽ വിഷയം നടന്നു. ആയിരക്കണക്കിന് വോട്ടുകൾ തൃശ്ശൂരിൽ കളവായി ചേർക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയോ? ഇവിടെ അതാണ് ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 തവണ കേന്ദ്ര വിരുദ്ധ സമരങ്ങൾ നടത്തുമല്ലോ. ഇന്ന് കേന്ദ്ര വിരുദ്ധ സമരങ്ങൾ കഴിഞ്ഞ 7-8 വർഷമായി നമ്മൾ കാണാറുണ്ടോ? ഒന്നുമില്ലെങ്കിൽ 2020 ശേഷം കേന്ദ്ര വിരുദ്ധ സമരങ്ങൾ എത്ര സമരങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്? ഒന്ന് പരിശോധിക്കണം ബിനു. ഒരു സമരവുമില്ലെന്നേ. ഇവർക്കിപ്പോൾ കേന്ദ്രത്തിനെതിരെ സമരമില്ല. കേന്ദ്രത്തിനെതിരെ സെറ്റിലായി പോവുകയാണ്. കേന്ദ്രത്തിനെതിരെ ഏതൊരു വിഷയവും സംസാരിക്കാറില്ല. ഇവർ പോകുന്നു, ശില്പങ്ങൾ കൊടുക്കുന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയെ കാണാം, ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അതിന് കാവലാളായി നമ്മുടെ ഗവർണർ നിൽക്കുന്നു. എന്നിട്ട് കേരളത്തിന് എന്ത് ഗുണം കിട്ടിയെന്ന് പറയുന്നത് ഈ PM ശ്രീ പോലുള്ള പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസിയിൽ എന്ത് വിഷയമാണ് ഉള്ളതെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിലെ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ ബിന്ദു സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജി കൊല്ലപ്പെട്ടതല്ല മരണപ്പെട്ടതാക്കി മാറ്റുകയാണ്. ഗോഡ്സെയെയും സവർക്കറേയും ഒക്കെ വീര ആരാധനയോടെ പുസ്തകങ്ങൾ എഴുതുകയാണ്. ഇന്ത്യയിലെ തന്നെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട്, ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ചരിത്രം എന്ന് പറയുന്നത് മുഗളന്മാരുടെ ചരിത്രം മാറ്റപ്പെടുന്നു, അതുപോലെ സുൽത്താൻമാരുടെ ചരിത്രം മാറ്റപ്പെടുന്നു. അങ്ങനെയുള്ള ചരിത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അതുപോലെ സയന്റിഫിക് വിഷയങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് CPI കടുത്ത നിലപാടിലേക്ക് തന്നെ കടക്കുകയാണ്. ഇപ്പോൾ D. രാജ പറഞ്ഞിരിക്കുന്നത് ധാരണാപത്രം അടക്കം റദ്ദാക്കിയാലല്ലാതെ യാതൊരു പ്രശ്നപരിഹാരത്തിനുമില്ല. മന്ത്രിസഭാ യോഗം അടക്കം ബഹിഷ്കരിക്കുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. ജലീൽ. അല്ല, തീർച്ചയായിട്ടും CPI പോലെ ഒരു ഉന്നതമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിൽ
ഈ ഒരു വിവാദത്തിൽ, ഈ ഒരു പ്രശ്നത്തിൽ നിലപാട് കടുപ്പിച്ചു നിർത്താനുള്ള ജനാധിപത്യപരമായ എല്ലാ അവകാശമുണ്ട്. കാരണം CPIയും CPMഉം എന്ന് പറയുന്നത് ഒരു കക്ഷിയല്ല, വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉള്ളതുകൊണ്ടാണല്ലോ അവർ രണ്ട് കക്ഷികളായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ടിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അധികം വ്യാമോഹിക്കേണ്ട കാര്യമില്ല. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് മാറും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചങ്കാണ് CPI, തലച്ചോറാണ് CPM. അത് ആ നിലയിൽ തന്നെ പര്യവസാനിക്കും. പിന്നെ എനിക്ക് കണ്ണുരുട്ടിയാൽ മാറും അല്ല, അങ്ങനല്ലല്ലോ. അതിനെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. അതിപ്പോൾ അങ്ങോട്ട് കൂടുതൽ വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു ആശയ സമരമാണ്. അല്ലാതെ AI ഗ്രൂപ്പുകളെ പോലെയോ അല്ലെങ്കിൽ തിരുത്തൽവാദി ഗ്രൂപ്പുകളെയോ സംബന്ധിച്ച് നമ്മൾ കണ്ടുമടുത്ത പോലെ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ വീതം വയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കമല്ലല്ലോ. ഒരു പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംവാദമാണ്. അത് ആരോഗ്യകരമായ ഒരു ചർച്ച ഉണ്ടാവട്ടെ. അതിനെ സംബന്ധിച്ച് രണ്ട് പാർട്ടികളുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വങ്ങളും വളരെ ഇച്ഛാശക്തിയോടുകൂടി ആ പ്രശ്നത്തെ തരണം ചെയ്യുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഈ കാവ്യവൽക്കരണത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രസംഗമൊക്കെ കേട്ട് എനിക്ക് അത്ഭുതപ്പെട്ടു പോവുക. സത്യത്തിൽ ഇന്ന് നടക്കുന്ന കാവ്യവൽക്കരണം തീർത്തു പറയാം BJPയുടെയോ RSSൻ്റെയോ സംഭാവനയല്ല, അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ എത്ര ചർച്ചകൾക്ക് എത്ര മണിക്കൂറുകൾ നമുക്ക് ചർച്ച ചെയ്താലും തീരാത്ത കാര്യമുണ്ട്. ഒന്ന് ഞാൻ പറയാം, ശ്രീമതി ഗാന്ധിയുടെ കാലത്ത് ഈ പറയപ്പെടുന്ന കാവ്യവൽക്കരണത്തിൻ്റെ ആപത്തിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സുഭദ്രകുമാരി ജോഷി എന്ന് പറയുന്ന ഒരു ചെയർപേഴ്സണെ അന്ന് നിയോഗിച്ചിരുന്ന ഒരു കമ്മീഷനെ, ആ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് പോലും ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അതിനുശേഷമാണ് പിൽക്കാലത്ത് രാജീവ് ഗാന്ധിയുടെയും നരസിംഹറാവുവിൻ്റെയും കാലത്ത് തിമിർത്താടിയ നിലയിൽ, അഴിഞ്ഞാടിയ നിലയിൽ കാവ്യവർണ്ണം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല സമസ്ത മേഖലയിലും വന്നത്. അതൊന്നും CPMൻ്റെയോ CPIയുടെയോ തലയിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. പിന്നൊന്ന് ED നോട്ടീസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകേണ്ട. ED നോട്ടീസ് വന്നത് പിണറായി വിജയൻ്റെ മകനോ മകൾക്കോ ഒന്നുമല്ല. ED നോട്ടീസ് വന്നതുകൊണ്ട് ആരെങ്കിലും BJPയുമായി പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണമെങ്കിൽ സോണിയാഗാന്ധിക്ക് വന്നിട്ടുണ്ട്, വധേരയ്ക്ക് വന്നിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധിക്ക് വന്നിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് വന്നിട്ടുണ്ട്. എന്നു മാത്രമല്ല കേരളത്തിലെ പാണക്കാട് തറവാട്ടിലെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പഠിക്കൽ വരെ. ശരി ബിജു നായർ, ഈ ED നോട്ടീസിന് അങ്ങനെ വ്യത്യാസങ്ങളുണ്ടോ? കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയൊക്കെ വളരെ നിഷ്പ്രയാസം എടുത്ത് അകത്തിടുകയാണ്. ഇവിടെ മാത്രം വരുമ്പോൾ ഇത് ആവിയായി പോകുന്നത് എന്തുകൊണ്ടാണ്? വളരെ ചുരുക്കി ബിജു നായർ പറയട്ടെ. അതെ, ഇപ്പം ഞാൻ അതിൽ കണ്ടത് ഈ ഒരു മകന്റെ കാര്യത്തിലുള്ള ED നോട്ടീസ് മുന്നോട്ട് പോകാത്തതിന് വ്യക്തമായ ചില കാരണങ്ങൾ തന്നെയുണ്ട്. കാരണം അതിലെ ആ ഒരു മണി ലോണ്ടറിങ് ആക്ട് അവിടെ ആപ്ലിക്കബിൾ ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ അസറ്റ്സ് എന്താണ്, അത് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി ആണ് എന്നുള്ളത് ഒരു വിധി വരണം. അപ്പം സുപ്രീം കോടതിയുടെ വിധി ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നുള്ളതിലാണ് ED ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഊഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെ വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി കള്ളം പറയുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം EDയുടെ വെബ്സൈറ്റിൽ പോലും ആ നോട്ടീസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് പോലുമില്ല, എൻ്റെ മകന് ക്ലിഫ് ഹൗസിൻ്റെ മുറികൾ എത്രയുണ്ടെന്ന് പോലും അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചത്. ഇപ്പോൾ പല മുഖ്യമന്ത്രിമാർ ഈ തരത്തിലുള്ള കേസുകൾ വന്നിട്ടുണ്ട്, ചിലർ ജയിലിൽ പോയ കഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്ചർ അഭി ബാക്കി ഹേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നമ്മുടെ വളരെ ചുരുക്കി ഈ പാർട്ടി ജനറൽ സെക്രട്ടറിയും പറയുന്നത് ഇത് ഇങ്ങനൊരു നോട്ടീസ് ഉണ്ടോ എന്നൊക്കെ, ഇത് എന്താണ് ഇങ്ങനെ ഒരു വ്യക്തതയില്ലാത്തത് ഇക്കാര്യത്തിൽ? വളരെ ചുരുക്കി ഞാൻ പറഞ്ഞല്ലോ, ഇത് കൊണ്ടുവന്ന പത്രം തന്നെ അത് തെറ്റിദ്ധാരണാജനകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇനിയിപ്പോൾ ഈ ED കൈക്കൂലി വാങ്ങി എന്നൊരു കേസുണ്ട്. ആ കേസ് കൊടുത്ത ആളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണ്ടുകെട്ടി അദ്ദേഹത്തിൻ്റെ പേര് കേസെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ED വരും ശ്രീ ബിനു. അടുത്ത ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, അതായത് അടുത്ത മെയ് 20 മുമ്പ് ED വീണ്ടും രംഗപ്രവേശം ചെയ്യും. ഫെബ്രുവരി ലാസ്റ്റിൽ മാർച്ച് ആദ്യം ED വീണ്ടും വരും. തെരഞ്ഞെടുപ്പുകളോട് അടുപ്പിച്ച് മാത്രമാണ് ED ഇവിടേക്കൊക്കെ വരുന്നത്. പിന്നെ EDക്കെതിരെ കേസ് കൊടുത്താൽ അയാൾ കുരുങ്ങും എന്നുള്ളതും കൂടെ മനസ്സിലായി. അഭിലാഷ്, ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിൽ ഉള്ള പല വിഷയങ്ങളും മാറ്റിക്കൊണ്ട് നമുക്കറിയാം, ഒരു വിഷയം വരുമ്പോൾ അതിനെ കൃത്യമായി മാറ്റാൻ പിണറായി വിജയന് അത് കൃത്യമായി അറിയാം. കാരണം മകൾക്കെതിരായോ അല്ലെങ്കിൽ മകനെതിരായോ എന്തെങ്കിലും വന്നാൽ വളരെ പെട്ടെന്ന് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന മറ്റൊരു സംഭവത്തിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ഷാഫി പറമ്പലിനെതിരായ കരുതിക്കൂട്ടിയുള്ള ആസൂത്രിതമായ പോലീസ് അക്രമം. അപ്പോൾ അത്തരത്തിൽ ഒരു ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? ഇനി ഇവിടെ വിഷയങ്ങളിലൊക്കെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും പ്രത്യേക കഴിവുണ്ട്.
ശബരിമല വിഷയത്തിൽ നിന്നും PM ശ്രീയിലേക്ക് പോകുന്നു. ശബരിമല വിഷയം ഇടയ്ക്ക് വിഷയമുണ്ടാക്കി വന്നപ്പോഴേക്കും, അതിൽ ചർച്ചയായി വന്നപ്പോഴേക്കും അവിടെ ഷാഫി പറമ്പിലിനെ ഒരു പോലീസുകാരനെ കൊണ്ട് മർദ്ദിച്ച് അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി, അങ്ങനെ ഡൈവേർട്ട് ചെയ്യുവാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ വിഷയം കേരളത്തിലെ ഒരു പൊതുസമൂഹം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ CPIയിൽ നിന്നും നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത് 2 ദിവസം കഴിഞ്ഞ് ഇത് കെട്ടടങ്ങാനാണ് സാധ്യത. കാരണം ഇന്നലെ ശിവൻകുട്ടി അവിടെ MM സ്മാരകത്തിൽ പോയപ്പോൾ തന്നെ സാധാരണ നിലയിൽ സെറ്റിലാവേണ്ടതായിരുന്നു. അതിന് ഏത് വഴിക്ക് പോകുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. എങ്കിലും 2 ദിവസം കഴിയുമ്പോൾ സെറ്റിലാവാനാണ് സാധ്യത. എനിക്കിവിടെ മറുപടി പറയുവാനുള്ളത്, ED സാധാരണ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തന്നെ ഒരു സമൻസ് വന്നു കഴിഞ്ഞാൽ ആ സമൻസിൽ ഒന്നുകിൽ ആ വ്യക്തി ഹാജരാകണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു നോട്ടീസ് വരുന്നു, അതിൽ ആ വ്യക്തി അവിടെ ഹാജരാകണം, അതിനുള്ള മറുപടി കൊടുക്കണം. എന്തേ ആ ED നോട്ടീസ് കിട്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ ഹാജരായില്ല? അദ്ദേഹത്തിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അവിടെ കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു അവിശുദ്ധമായ ബന്ധമുണ്ട്. ഇവിടെ ആ സമൻസ് കിട്ടിയ സമൻസ് ഇപ്പോഴും പെൻഡിങ് ആയാണ്. ഇവിടെ ബിജു നായർ പറഞ്ഞത് അത് സുപ്രീം കോടതി ഡയറക്ഷൻ വരട്ടെ എന്നാണ്. സുപ്രീം കോടതിയിലെ കേസ് എങ്ങനെയാ 38 തവണ മാറ്റുന്നത്? വാദിയും പ്രതിയും, അതായത് CBIയുടെ അഡ്വക്കേറ്റും അപ്പീൽ വാദിയും ഒരുമിച്ച് ആവശ്യപ്പെടുകയാണ് ഈ കേസ് മാറ്റിവെക്കാൻ. 38 തവണ ഒരു അപ്പീൽ എങ്ങനെ കേൾക്കാതെ പോകുന്നത്? ലാവ്ലിൻ കേസ് 38 തവണയായി മാറ്റിക്കൊണ്ടിരിക്കുവാണ്. അതാണ് ഇവർ തമ്മിലുള്ള അന്തർധാര. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നാഷണൽ ലീഗ് പോലുള്ള പാർട്ടികൾക്ക്, ഇവിടുത്തെ മതേതര പാർട്ടികൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ശ്രീ ജലീൽ ഉൾപ്പെടെയുള്ളവർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ വന്ന് ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ ഭരണഘടന എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അത് ജലീൽ മറക്കരുത്. ഇവിടെ മതനിരപേക്ഷ രാജ്യമായി സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എക്കാലവും ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ മറന്നുകൊണ്ട് എണ്ണ തേക്കരുത്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു തലമുറയെ നശിപ്പിക്കുവാൻ ഇവിടെ BJPയുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ഇന്നൊന്ന് പറയുന്നു, നാളെ മറ്റൊന്ന് പറയുന്നു, ഇന്ന് പറയുന്നു നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. ആരും കാണാതെ മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇത് പോയി ഒപ്പിട്ടത്, ഇത് കാവ്യവൽക്കരണത്തിന്റെ ആദ്യ പടിവായിട്ട് വേണം ബിനു നമുക്ക് കാണുവാൻ. PM ശ്രീയിൽ എന്തായാലും ആടി ഉലഞ്ഞിരിക്കുകയാണ് LDF. CPI അനുനയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാളുകയാണ്. ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലും ഫലം കണ്ടില്ല. ശക്തമായി ഇതിനെ എതിർക്കും. ഇത് പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികൾ മാത്രമേ ഞങ്ങൾക്ക് മുന്നിലുള്ളൂ, അല്ലാതെ മറ്റൊന്നിനും ഉലയില്ല എന്ന രീതിയിൽ തന്നെയാണ് D രാജ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. ഏതായാലും ഇത് നാളെ ആവിയാകുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒന്ന് കണ്ണുരുട്ടിയാൽ എല്ലാവരും മാളത്തിൽ ഒളിക്കുമോ എന്ന് നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി KV അഭിലാഷ്, നാഷണൽ ലീഗ് പ്രതിനിധി ജലീൽ പുനലൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ ബിജു നായർ, മാധ്യമപ്രവർത്തകൻ LR വിനയേന്ദ്രൻ, എല്ലാവർക്കും നന്ദി. ഈ ചർച്ച അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.